സങ്കീർത്തനങ്ങൾ 71 അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ഒരു നാളും ലജ്ജിക്കാനിടയാക്കരുതേ. അങ്ങയുടെ നീതിയിൽ എന്നെ മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യണമേ. എൻ്റെ യാചന കേട്ട് എന്നെ രക്ഷിക്കണമേ. അങ്ങ് എനിക്ക് അഭയശിലയും ഉറപ്പുള്ള രക്ഷാദുർഗവും ആയിരിക്കണമേ. അങ്ങാണ് എൻ്റെ അഭയശിലയും ദുർഗവും. എൻ്റെ ദൈവമേ, ദുഷ്ടന്റെ കയ്യിൽ നിന്ന്, നീതികെട്ട ക്രൂരന്റെ പിടിയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. കർത്താവേ, അങ്ങാണ് എൻ്റെ പ്രത്യാശ. ചെറുപ്പം മുതൽ അങ്ങാണ് എൻ്റെ ആശ്രയം. ജനനം മുതൽ ഞാൻ അങ്ങയെ ആശ്രയിച്ചു. മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് അങ്ങാണ് എന്നെ എടുത്തത്. ഞാൻ എപ്പോഴും അങ്ങയെ സ്തുതിക്കുന്നു. ഓർമ്മിക്കുക. ഹെർമൻ ഹെസയുടെ സിദ്ധാന്തത്തിൽ പറയുന്ന വരികൾ ശ്രദ്ധേയമാണ്. തൊടിയിൽ നിഴലുകൾക്കിടയിലിരുന്ന് ധ്യാനലീനനായിരുന്നിട്ടും ആചാരമനുഷ്ഠിച്ചുള്ള സ്നാനം ചെയ്ത് ദേഹശുദ്ധി വരുത്തിയിട്ടും ഹോമകർമ്മങ്ങൾ യഥാവിധി നടത്തിയിട്ടും ഹൃദയത്തിൽ ശാന്തി പുലരുന്നില്ല. ദൈവത്തിനു മുൻപിൽ ഇടം കണ്ടെത്തുവാൻ കഴിയുന്നവർക്ക് മാത്രമേ ജീവിത സായാഹ്നത്തിൽ ശാന്തി നുകരുവാൻ കഴിയൂ. ജീവിതം ആസ്വദിക്കുവാൻ ദൈവം മനുഷ്യന് അവകാശം തരുമ്പോൾ അവയെ തള്ളിക്കളയാതെ വിജയതീരത്തെത്തിക്കുവാൻ പരിശ്രമിക്കുന്നവരുടെ എണ്ണം ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. വിജയം ദൈവകരങ്ങളിലാണെന്ന് തിരിച്ചറിയുന്നവർക്ക് മാത്രമേ അത് ആസ്വദിക്കുവാൻ സാധിക്കൂ. ജനനം മുതൽ ഞാൻ അങ്ങയെ ആശ്രയിച്ചു. മാതാവിന്റെ ഉദരത്തിൽ നിന്ന് അങ്ങാണ് എന്നെ പുറത്തെടുത്തത്. ഞാൻ എപ്പോഴും അങ്ങയെ സ്തുതിക്കുന്നു. ഈ ചിന്ത മനസ്സിലുണ്ടെങ്കിൽ ജീവിതത്തെ സുന്ദരമായി കാണാനും ആസ്വദിക്കാനും സാധിക്കും. ദൈവത്തെ സ്തുതിക്കുന്നവൻ ജീവിതത്തെ ആസ്വദിച്ചവനാണ്. വാർദ്ധക്യത്തിൽ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നവൻ ജീവിതപാതകളിൽ മുള്ളുകൾ പലതും താണ്ടിയവരാണ്. ബാല്യത്തിലെ ദൈവത്തെ തേടുന്നവന്റെ മധ്യാഹ്നത്തിൽ ഇരുൾ പടരുകയില്ല. സേവനത്തിന്റെ പാത അവൻ മറക്കുകയുമില്ല. ഗാന്ധിജിയുടെ വാക്കുകൾ നമുക്ക് മറക്കാതിരിക്കാം. മനുഷ്യ ശരീരം സേവനത്തിനുള്ളതാണ്. നമുക്ക് മുമ്പേ കനൽ വഴികൾ താണ്ടിയവരുടെ പാദമുദ്രകൾ മായ്ച്ചു കളയാതെ നമുക്ക് കാത്തു സൂക്ഷിക്കാം. അപ്പോൾ നമ്മുടെ സായാഹ്നവും അനുഗ്രഹീതമാകും. ഈ വിശ്വാസവും ബോധ്യവും എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
ചെയ്തിടുകിൽ നന്മയതിൻ ഫലം, തിന്മ ചെയ്തിടുകിൽ തിന്മയതിൻ ഫലം, നന്മ ചെയ്തിടുകിൽ നന്മയതിൻ ഫലം, തിന്മ ചെയ്തിടുകിൽ തിന്മയതിൻ ഫലം. അവനവൻ പ്രവൃത്തി പോൽ പ്രതിഫലമേൽക്കുവാൻ ഒരു നാൾ നിൽക്കേണം ന്യായാസനേ. അവനവൻ പ്രവൃത്തി പോൽ പ്രതിഫലമേൽക്കുവാൻ ഒരു നാൾ നിൽക്കേണം ന്യായാസനേ. ഒരു നാൾ നിൽക്കേണം ന്യായാസനേ. കാര്യം തീർക്കുന്ന നാളുണ്ട്, അന്ന് കരങ്ങൾ ബലപ്പെടുമോ. നല്ലവനും വിശ്വസ്തനുമായ ദാസനെന്നു നീ വിളി കേൾക്കുമോ. നല്ലവനും വിശ്വസ്തനുമായ ദാസനെന്നു നീ വിളി കേൾക്കുമോ. ദാസനെന്നു നീ വിളി കേൾക്കുമോ. ദാസനെന്നു നീ വിളി കേൾക്കുമോ. ചൂള പോൽ കത്തുന്ന നാൾ വരുന്നുണ്ട്, താളടിയാകാതെ രക്ഷ നേടിയിടൂ. ചൂള പോൽ കത്തുന്ന നാൾ വരുന്നുണ്ട്, താളടിയാകാതെ രക്ഷ നേടിയിടൂ. രക്ഷകനേശുവിൽ വിശ്വസിച്ചിടുകിൽ നിത്യജീവൻ നിൻ സ്വന്തമാകും. രക്ഷകനേശുവിൽ വിശ്വസിച്ചിടുകിൽ നിത്യജീവൻ നിൻ സ്വന്തമാകും. നിത്യസ്വർഗം നിൻ